വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇല്ലായ്മയിൽ നിന്നാണല്ലോ പലതും രൂപപ്പെട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മളുടേതായിട്ടുള്ള സാഹചര്യം മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം. ഇപ്പം തുടക്കം സമയത്തൊന്നും നമ്മളെ കയ്യിൽ ഒരു പൈസയും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ പൈസ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെ ചെയ്യാം. ഇപ്പം ഈ ഞാൻ മീൻ ചെയ്തത് ടെക്നിക്കലി കാര്യം ഇപ്പം സമുദ്രം തന്നെ കെട്ടുന്നത് എല്ലാവരെയും വിളിച്ച് കെട്ടിച്ച് ഇത് കണക്കൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തിക ശേഷി നമുക്ക് ആ സമയത്തില്ല സ്വന്തമായിട്ട്. ഇപ്പോൾ വീട്ടിലെല്ലാം നമ്മളെ കുടുംബത്തിലോ സൗഹൃദത്തിലോ ഒക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്യുമായിരിക്കും. പക്ഷേ അങ്ങനെ പോകാനും നമുക്ക് താല്പര്യമില്ലല്ലേ. നൃത്തശാല നമ്മൾ തന്നെ ചെയ്തെടുക്കുകയാണ് ചെയ്തത്, കെട്ടിയെടുക്കുകയാണ് ചെയ്തത്. കാരണം സാമ്പത്തിക പ്രശ്നം തന്നെയാണ്. അങ്ങനെ കെട്ടിയെടുത്ത് നമ്മൾ വളരെ ഗംഭീരമായിട്ട് നമുക്കത് ചെയ്യാനും പറ്റി. श्रेष्ठुराद्या वखति विधिहुतम या हवीर या जहोत्री ये द्वे कालम विदत्त श्रुति विषय गुणा यास्तिदा व्याप्य विश्वम मम द्विधा राष्ट्रं क्षत्रियस्य विश्वायुः विश्वे अमृताय धानः. ഇപ്പം നമ്മൾ ഇവിടം വിട്ട് വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ എങ്ങനെ ഭാഷ, മലയാളം കൊണ്ട് മാത്രം ഒന്നും ചെയ്യാൻ പറ്റില്ല, കേരളം വിട്ട് പോകാൻ പറ്റില്ല. അതായിരുന്നു ആദ്യത്തെ ചിന്ത. അപ്പോൾ പിന്നെ ഏത് തീം എടുക്കണമെന്നായി. അത് ഒത്തിരി യാത്ര ചെയ്തും പലയിടത്തും സംസാരിച്ചും പറഞ്ഞുമാണ് നമ്മൾ ഇത് സൗണ്ട് ഓഫ് സൈലൻസ് എന്ന് പറഞ്ഞിട്ട് ലൈവ് ചക്രയെക്കുറിച്ചൊരു പ്രൊഡക്ഷൻ ചെയ്തത്. അതാണ് ആദ്യത്തെ പ്രൊഡക്ഷൻ. ആ പ്രൊഡക്ഷനും അതേപോലെ വന്നതാണ്. പക്ഷേ ഇത് എങ്ങനെ നമ്മൾ കൺവേ ചെയ്യും, ഏത് രീതിയിൽ നമ്മൾ ചെയ്യും. കാര്യം മലയാളം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഭാഷയിലോട്ട് പോകുമ്പോൾ, അല്ലെ അടുത്ത സ്റ്റേറ്റിൽ പോകുമ്പോൾ, അടുത്ത രാജ്യത്ത് പോകുമ്പോൾ അതെല്ലാം നമ്മളുടെ മുന്നിൽ നമ്മൾ കണ്ടിരുന്നതാണ്. ഒരു ഭാഷ അറിഞ്ഞുകൂടാത്ത സ്ഥലത്ത് പോയിരുന്നാലും അവർക്കിത് മനസ്സിലാവണം. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ റിസർച്ച് തുടങ്ങി, എങ്ങനെ നമുക്ക് ഇത് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന രീതി ആദ്യമൊന്നും ഈ ബോഡി ലാംഗ്വേജ് ഇങ്ങനെ വരണമെന്നൊക്കെ അല്ലേ, നമുക്ക് നമ്മൾ ചെയ്ത രീതിയിൽ കുറച്ച് ഇവിടെ ഒന്ന് മാറ്റം വരുത്തിയിട്ട് നമുക്ക് നൃത്തം ചെയ്യണം എന്നുള്ളതായിരുന്നു. പിന്നെ നമ്മളെ തന്നെ പഠിക്കാൻ തുടങ്ങി, നമ്മളെ മൂവ്മെൻറ്റുകൾ പഠിക്കാൻ തുടങ്ങി. നമ്മൾ ചെയ്യുന്ന രീതി, മറ്റുള്ളവരുടെ രീതി, പക്ഷിയായാലും പറവയായാലും നമുക്ക് കാഴ്ചപ്പാട് വേണമെന്ന് പറയുന്നില്ലേ, ഒരു വീക്ഷണം. ആ ഒരു ഇതിൽ നിന്ന് നമ്മൾ ഓരോന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിനുശേഷമാണ് നമ്മൾ ബോഡി ലാംഗ്വേജ്, നമ്മൾ ശരീരം ആസകലം എല്ലാവരും മുദ്രകളും ഫേസ് എക്സ്പ്രഷനും മാത്രം എടുക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് എൻ്റയർ ബോഡി ഉപയോഗിച്ച് നമ്മൾക്ക് ആശയം വിനിമയം ചെയ്തുകൂടാ, അങ്ങനെ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തുന്നത്. ഇത് സൗണ്ട് ഓഫ് സൈലൻസ് തന്നെ ആദ്യം തന്നെ. കാരണം ഒരു ഐഡിയ ഇല്ലല്ലേ. ഞാൻ സജീവം 2 ബോഡി മാത്രം, 2 ട്രെയിൻഡ് ബോഡി മാത്രം. വേറൊരു പിന്നെ നമുക്ക് കിട്ടിയ ഉഗ്ര മ്യൂസീഷ്യൻസിനെ കിട്ടി. നമുക്ക് കലാമണ്ഡ ആനന്ദും എസ് ദാസനും കാവലം സജീവും ലാസറും ഇവരെല്ലാം ഉഗ്ര മ്യൂസീഷ്യൻ, അസാധ്യ മ്യൂസീഷ്യൻസാണ്. ഇവരെയും കിട്ടി. ഈ 2 ബോഡിയും ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഐഡിയ പറഞ്ഞു കൊടുത്ത് എങ്ങനെ ചെയ്യാം എന്നുള്ള മ്യൂസിക് ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ ഓരോ ഐഡിയ പ്ലാൻ ചെയ്യും. അത് നമ്മൾ ഓക്കെ ഇത് നല്ല രസമുണ്ട്. അങ്ങനെ ആണ് നമ്മൾ പതുക്കെ ഉരുത്തിരിഞ്ഞ് ഒരു പ്രൊഡക്ഷനിലേക്ക് വന്നു. പക്ഷേ അതിന് മുന്നേ കുറേ ഡിസ്കഷൻ നടത്തിയായിരുന്നു. കുറേ യോഗ പണ്ഡിതന്മാരെടുത്തും ശിവരാജ മാഷിൻ്റെ അടുത്തും അങ്ങനെ കുറേ ആൾക്കാരുടെ അടുത്ത് നമ്മൾ ഡിസ്കഷൻ നടത്തിയായിരുന്നു. അപ്പോഴാണ് നമുക്ക് ലൈഫ് ചക്രയെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിയത്. നമുക്ക് ആദ്യം അത് തന്നെ ചെയ്യാമെന്നുള്ള ഒരു ഐഡിയ കിട്ടിയത്. കുറേ സബ്ജക്റ്റുകൾ ഇങ്ങനെ മനസ്സിൽ വന്നിരുന്നു. പക്ഷേ എനിക്ക് 2 സബ്ജക്റ്റ് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ചെയ്യുള്ളൂ. നമുക്ക് ഇപ്പോൾ എനിക്ക് മാത്രം ഇഷ്ടപ്പെട്ട് സജിക്ക് മാത്രം ഇഷ്ടപ്പെട്ട് അങ്ങനെ ഒരിക്കലും വർക്ക് ചെയ്യാറില്ല. അത് നാച്ചുറൽ അങ്ങനെ വരാറുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ ഇഷ്ടപ്പെടുന്ന വർക്ക് എന്താണോ മാത്രമേ, കാരണം രണ്ടുപേരും ക്രിയേറ്റിവിറ്റി ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അത് അങ്ങനെയാണ് സൗണ്ട് ഓഫ് സയൻസ്. പക്ഷേ അത് ശരിക്കും ഒരു വർഷം ക്ലോസ് ദ വിൻഡോസ് ആൻഡ് ഡോസ് എന്നുള്ളൊരു ഐഡിയ നമ്മൾ വെച്ചിട്ട് ഞാൻ റൂമിൻ്റെ അകത്തിരുന്ന് ഒരു ഹാളിനകത്തിരുന്നാണ് ഉണ്ടാക്കിയ പ്രൊഡക്ഷനാണ്, ക്രിയേറ്റ് ചെയ്ത പ്രൊഡക്ഷനാണ് സൗണ്ട് ഓഫ് സൈലൻസ്.
വർഷം എടുത്തു. മ്യൂസിക്കായാലും കോസ്റ്റ്യൂമിന് വേണ്ടിയും കൊറിയോഗ്രാഫിന് വേണ്ടി ഡയറക്റ്റ് ചെയ്തതിന് വേണ്ടി എല്ലാം ഒരു വർഷം എടുത്ത്. എന്നിട്ട് ആ റൂമിൽ വെച്ചാണ് എല്ലാ ആൾക്കാരെയും നമ്മൾ രഘുത്തമ ചേട്ടൻ അങ്ങനെ കുറേ എമിനൻ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് കാണിക്കുകയും അവരുടെ സജഷൻസും അവരുടെ അഭിപ്രായങ്ങളും നമ്മൾ വീണ്ടും വിലയിരുത്തി നമ്മളെങ്ങനെ അത് ഒത്തുകൂടെ വേറെ ലെവലിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതല്ലേ. അതെ, കുറേ ലെവൽ അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകൾ വന്ന് കണ്ടായിരുന്നു. അവർക്കെല്ലാം വെൽ അപ്രീഷിയേറ്റ് ആയിരുന്നു. നിങ്ങളെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഇത് വെരി പ്രൊഫഷണൽ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺഫിഡൻസ് തന്നത് ഇങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളാണ്. അതിനുശേഷം നമ്മൾ ടാഗോ തിയേറ്ററിൽ ഫസ്റ്റ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. അത് ഡോക്ടർക്ക് അയ്യപ്പ പണിക്കർ സാറിന് നമ്മൾ കണ്ടത്. അപ്പോൾ അയ്യപ്പ പണിക്കർ സാറ് പറഞ്ഞു ജയകുമാർ സാറിനെ IS ജയകുമാർ സാറിനെ അയ്യപ്പ പണിക്കർ സാറാണ് നമ്മൾ ആദ്യം കാണാൻ ഉദ്ദേശിച്ചത്, ഉദ്ഘാടനം ചെയ്യാനും രണ്ടും ക്ഷണിച്ചത്. അപ്പോൾ അയ്യപ്പ പണിക്കർ സാറ് പറഞ്ഞു എന്തായാലും ഞാൻ ഈ കുറേ ഉദ്ഘാടനം ചെയ്ത് അതെല്ലാം ഫ്ലോപ്പായി. കാരണം വെച്ചാൽ ഒരു പ്രൊഫഷൻ അല്ലാത്ത വർക്കിനെ വിളിക്കും, ഞാൻ ചെന്ന് ഉദ്ഘാടനം ചെയ്യും, എനിക്ക് ഇഷ്ടമില്ലാത്ത വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളെ വർക്ക് എനിക്ക് കാണണം, കണ്ടിട്ട് ഞാൻ ഉദ്ഘാടനം സമ്മതിക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ തലേദിവസം സാറിന് വേണ്ടിയിട്ട് ആകെ റിഹേഴ്സൽ ചെയ്തു. ഇപ്പോൾ സാർ കണ്ടൻഷനായിട്ടും സാറ് എഴുതിയത് സമുദ്രയെക്കുറിച്ച്, സമുദ്ര ഇതിൽ ഗ്ലോബൽ എന്ന് പറഞ്ഞ് എഴുതിയത്. അതിനുശേഷം തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ 4 പ്രൊഡക്ഷൻ ചെയ്തായിരുന്നു. മേജർ പ്രൊഡക്ഷൻ കോസ്മിക് ഡാൻസ് ശിവ, പിന്നെ ഋതം കോസ്മിക് ഡാൻസ് ശിവ മുന്നേ ചെയ്താണ്. സൗണ്ട് ഓഫ് സൈലൻസും ജലമാണ് ഇല്ലേ ഏറ്റവും കൂടുതൽ. ആദ്യം എം. ഹുസൈൻ, മീനാക്ഷി, സന്തോഷ് ശിവൻ, A. റഹ്മാൻ, എം. ഹുസൈൻ ത്രിമൂർത്തികൾ എടുത്ത ചിത്രമായിരുന്നു മീനാക്ഷി. അപ്പോൾ അതിൽ സന്തോഷ് സാറിൻ്റെ ആദ്യം വിളിക്കുന്നത് ഒവൈസ് ഹുസൈനാണ് വിളിക്കുന്നത്, എം. ഹുസൈൻ്റെ മകൻ. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ നിങ്ങളുടെ വർക്ക് ഇങ്ങനെ കണ്ടായിരുന്നു, അപ്പം നിങ്ങളായിരിക്കണം, നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, നിങ്ങൾ ഡാൻസേഴ്സായിട്ട് വരണം എന്ന് പറഞ്ഞു. ഡാൻസേഴ്സായിട്ടാണ് നമ്മളെ ക്ഷണിച്ചിരിക്കുന്നത്, അല്ലാതെ കൊറിയോഗ്രാഫേഴ്സ് അല്ല, അങ്ങോട്ടാണ് ക്ഷണിച്ചിരിക്കുന്നത്. അങ്ങനെ സന്തോഷ് സാർ സംസാരിച്ചായിരുന്നു, എം. ഹുസൈൻ സാർ സംസാരിച്ചിട്ടില്ല. വോയിസ് ഹുസൈൻ സന്തോഷ് സാർ സംസാരിച്ചിട്ടാണ് നമ്മൾ അതിൽ ക്ഷണിക്കുന്നത്. അവിടെ ചെന്നപ്പോഴാണ് കൊറിയോഗ്രാഫേഴ്സ് എന്തോ അവർക്ക് അത്ര ഹാപ്പി ആയില്ല എന്നുള്ളത്. കൊറിയോഗ്രാഫി വർക്ക് നമ്മുടെ അല്ല വേറെ ആൾ ചെയ്തത്. അങ്ങനെ എൻ്റെ സജിൻ്റെ സെക്ഷൻസ് നമ്മൾ കൊറിയോഗ്രാഫി ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് ഫസ്റ്റ് എക്സ്പീരിയൻസ്. അങ്ങനെ കൊറിയോഗ്രാഫി എങ്ങനെ ചെയ്യാമെന്നുള്ള, ക്യാമറ മുന്നേ എങ്ങനെ ചെയ്യാമെന്നുള്ളത് ആയിരിക്കും എക്സ്പീരിയൻസ് തന്നത് സന്തോഷ് സാറും എം. ഹുസൈൻ സാറും. അവർ ധൈര്യമായിട്ട് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തത്. അവരുടെ സപ്പോർട്ടിൽ അവർ ഭയങ്കര സപ്പോർട്ട്, പ്രത്യേകിച്ച് സന്തോഷ് സാറ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ട്രിവാൻഡ്രത്തുള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് വന്ന് 2 സുഹൃത്തുക്കളിങ്ങനെ ഡാൻസ് എന്ന് പറയുമ്പോൾ ഭയങ്കര സപ്പോർട്ട്, അത് പുതിയ സ്റ്റൈലൊക്കെ ചെയ്യുന്ന പറഞ്ഞപ്പോൾ ഭയങ്കര സപ്പോർട്ടായി, ഭയങ്കര ഇൻട്രസ്റ്റായി. നമ്മളോട് പെർഫോം ചെയ്യിപ്പിക്കുമായിരുന്നു അവിടെ, പിന്നെ സെറ്റിൽ പെർഫോം ചെയ്യിപ്പിക്കുമായിരുന്നു. അത് കണ്ടുകൊണ്ട് എല്ലാവരും ഇരിക്കുമായിരുന്നു. അങ്ങനെയാണ് ബെസ്റ്റ് എക്സ്പീരിയൻസ്. പിന്നെ എം. സാർ 10 ദിവസം ഷൂട്ടിങ്ങുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നൂറുമില്ല എന്ന് പറഞ്ഞു, നൂറുമില്ല, അത് ഇതുണ്ട് യൂട്യൂബിലൊക്കെ ഉണ്ട്. അത് പടം ബാൻ ചെയ്ത്, ആ പടം ഫുള്ള് ബാൻ ചെയ്തു. ഒരാഴ്ച കൊണ്ട് ഓടിയുള്ളൂ തോന്നുന്നു. ലേഖ പോത്താരം പറഞ്ഞ ഒരു നമ്മളെ സപ്പോർട്ട് ചെയ്ത ഒരു ലേഡി ഉണ്ടായിരുന്നു, ബിർളയുടെ ഫാമിലിയിലുള്ള ഒരു ഉണ്ടായിരുന്നു. അവർ കണ്ടിട്ട് പറഞ്ഞ് നിങ്ങൾ ചെയ്ത വർക്ക് നല്ല ബെസ്റ്റ് വർക്കാണെന്നൊക്കെ പറഞ്ഞ് പിന്നെയാണ് അറിയുന്നത്, അടുത്ത ആഴ്ച അറിയുന്നത് അത് ബാൻ ചെയ്യുന്ന പറയുന്നത്. ഭയങ്കര വിഷമമായി പോയി. അല്ലെങ്കിൽ നമ്മൾ ഹിന്ദിയിൽ ഒരു സ്റ്റെപ്പ് വെച്ചനായിരുന്നു, നമ്മൾ സ്റ്റെപ്പ് വെച്ചനായിരുന്നു. അതിനുശേഷം ഹിന്ദിയിലൊന്നും നമ്മൾ ക്ഷണിച്ചിട്ട്, കാരണം ഒരു ആഴ്ച കൊണ്ട് പടം ഓടാൻ പിന്നെ അത്രയും ക്ലിക്ക് ആവില്ലല്ലോ. പക്ഷേ അത് പിന്നീട് രാത്രി മഴ ലെൻ സാറ് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ 2 ദിവസം, അപ്പോൾ നമ്മൾ അറിയപ്പെട്ട് തുടങ്ങി. ലെൻ സാറെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ 2 ദിവസം വീട്ടിൽ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സജീവനെ വീട്ടിൽ ചെന്ന് പറഞ്ഞ് 2 സുഹൃത്തുക്കളുടെ കഥയാണ്. കഥ പറഞ്ഞപ്പോൾ ശരിക്കും നമ്മൾ 2 കഥയായിട്ട് തോന്നിയത്. അത് പറഞ്ഞ് തുടങ്ങുന്നത് ഞാൻ ഇൻ്റർഫിയർ ചെയ്യുന്നതല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സിനിമയെന്ന് പറഞ്ഞിട്ടല്ല സാറ് തുടങ്ങുന്നത്. നിങ്ങളൊന്ന് കാണണമെന്ന് തോന്നി, ഈ പ്രോഗ്രാമൊക്കെ ഉണ്ടോ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചോദിച്ചു. അപ്പം ഞങ്ങൾ വിചാരിച്ച് പരിപാടിക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, ചിലപ്പോൾ വിളിക്കാനായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ്. സാർ അങ്ങനെ എപ്പോഴും ഒരു റിസർവ് മൂഡാണ്. അപ്പോൾ അങ്ങനെ സംസാരിച്ച് തുടങ്ങിയതിന് ശേഷമാണ് കഥ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ കഥ തുടങ്ങുന്നത് പോലും നമ്മളടുത്ത് പറയാതെയാണ് എങ്ങനെയാണ് അത് പറഞ്ഞ് എല്ലാം തീർന്ന് സംസാരിച്ചതിന് ശേഷമാണ്
സാറ് പറയുന്ന സാറേ ഇത് ഇപ്പം നമ്മൾ തമ്മിൽ നോക്കുന്നുണ്ട്, ഇത് ഇത്രയും കഥ ഇത്രയും വിശദമായിട്ടിരുന്ന് പറയും. നമ്മുടെ അടുത്ത് ചോദിച്ചു സമയമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ കുഴപ്പമില്ല, കാര്യം സാറിൻ്റെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ സമയമില്ലെന്ന് പറഞ്ഞ് ഓടുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ പറയാറുമില്ല, നമ്മൾ സമയമുണ്ടെങ്കിൽ തന്നെ ഇരിക്കും. അതുകൊണ്ട് സമയം ഉള്ളപ്പോൾ തന്നെയാണ് സാറിനെ കാണാൻ പോയോ. സാറ് കഥ മൊത്തം പറഞ്ഞ് ഇതെല്ലാം പറഞ്ഞ് എങ്ങനെ തോന്നുന്നു സാർ, നല്ല കഥയാണ് ഇതിപ്പോൾ നമ്മളിതിലെന്താണ് ചെയ്യണം, അപ്പോൾ നമ്മൾ തമ്മിൽ നോക്കുകയാണ്, അപ്പോഴും സംസാരിക്കുന്നില്ല, എന്ത് ചെയ്യണം എന്ത് പറയണം, സാറിൻ്റെ അടുത്ത് ചോദിക്കാനും പറ്റില്ലല്ലോ, ഇതിപ്പോൾ എന്താണ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു. അപ്പോൾ പറഞ്ഞു സാർ ഇതിന് നമുക്ക് നൃത്തം വല്ല കാര്യം, സാറിൻ്റെ ഓരോ സിനിമയ്ക്ക് മുമ്പും അതിനെ ബേസ് ചെയ്ത് സാറൊരു പ്രോഗ്രാം ചെയ്യും, കേട്ടിട്ടുണ്ട് നമ്മൾ. അതൊരു ഗംഭീര പരിപാടിയായിരിക്കും, അതിൻ്റെ ബേസ് ചെയ്തായിരിക്കും പിന്നെ ഈ സിനിമ ചെയ്യുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതായതുകൊണ്ട് നമ്മൾ വിചാരിച്ചപ്പോൾ പുതിയ ഒരു പരിപാടിക്കാണ്, അപ്പോൾ നമ്മൾ നൃത്തത്തിന് വിളിക്കുന്നതാണ്, നമ്മളായിരിക്കും എന്തോ അത് ഇനി ഡാൻസ് ചെയ്യാനാണോ എന്തോ എന്നൊക്കെ ഉള്ള ആശയക്കുഴപ്പത്തിൽ നമ്മളിങ്ങനെ തമ്മിൽ നോക്കുന്നത്, അവിടെ ഇരുന്ന് സംസാരിക്കാനും പറ്റില്ല. അപ്പോഴാണ് സാറ് പറഞ്ഞത്, സാർ അപ്പോൾ നമ്മൾ ഏത് പാട്ട് എങ്ങനെയാണ് എന്നുള്ളത് സാറ് പറഞ്ഞാൽ മതി, ഇങ്ങനെയൊക്കെ എങ്ങും അല്ലാത്ത കണക്ക് സംസാരിക്കാൻ. അപ്പോൾ സാറ് പറഞ്ഞു ഇത് നിങ്ങളാണ് കോറിയോഗ്രാഫി ചെയ്യുന്നത്. അങ്ങനെ ഞെട്ടിച്ചുകൊണ്ടാണ് സാറ് ഇത് പറഞ്ഞത്. അത് ഈ പടം മൊത്തത്തിൽ ഇങ്ങനത്തെ ഒരു സാർ ഇത് നമ്മളെ കഥയാണ്, ഇത് അപ്പോഴാണ് പറഞ്ഞു നിൽക്കുമ്പോഴാണ് സാർ ഇത് നമ്മളുടെ കഥയാണ്, അങ്ങനെ ഒരു തോന്നൽ വരും ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ. രാത്രി മഴ ദേശീയ പുരസ്കാരം, സ്റ്റേറ്റ് അവാർഡുണ്ട്, നാഷണൽ അവാർഡുണ്ട്, ഫിലിം ക്രിട്ടിക്സ് അവാർഡുണ്ട്, 3 അവാർഡുമുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു മലയാളി എന്നുള്ള രീതിയിൽ കൊറിയോഗ്രാഫിക്ക് അതിന്റെ ഒരു പൃഥ്വിരാജിനെ അതൊരു സൂപ്പർ സ്റ്റാറിന്റെ ഡയറക്ട് ചെയ്ത് ആദ്യമായിട്ട് തന്നെ എന്ത് സുന്ദരൻ എന്നറിയാം. പിന്നെ ജനീല ഡിസൂസയും പൃഥ്വിരാജായിരുന്നല്ലോ നായകന്മാർ. അവർ പെട്ടെന്ന് പഠിക്കുക. പൃഥ്വിരാജ് സാറൊക്കെ അദ്ദേഹമൊക്കെ എന്ത് ഫാസ്റ്റിൽ പഠിക്കുന്നറിയാമോ, എന്തൊരു നമുക്ക് തോന്നുന്നു അദ്ദേഹം ശരിക്കും റിസർവാണ്. പക്ഷേ സെറ്റിൽ ചെല്ലുമ്പോൾ പഠിക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ഒരു ആക്ടറാണ് അദ്ദേഹം. പിന്നെ ജനീല ഡിസൂസയും മേഡവും ഭയങ്കര ടാലൻ്റുള്ള ഒരു ആർട്ടിസ്റ്റാണ്. പ്രത്യേകിച്ച് ഡാൻസിൽ ആക്ടേഴ്സ് അവർ ഉറപ്പായിട്ട് അവർ ടാലൻ്റ് ആണല്ലോ, പക്ഷേ ഡാൻസിൽ അവർ നമ്മുടെ ശൈലി പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യണത്. സെറ്റിൽ ഒരു ദീപക് ദേവാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഓരോ ലൈൻ അയച്ചു തരും, ആ ലൈൻ കേൾക്കും, ആ സമയത്ത് കൊറിയോഗ്രാഫി ചെയ്യും. അത് കഴിയുമ്പോൾ അടുത്ത പാട്ട് അയച്ചു തരും. അങ്ങനെ കൊറിയോഗ്രാഫി അല്ല, ഫുൾ പാട്ട് കെട്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് കൊറിയോഗ്രാഫി ചെയ്ത് പോയതല്ല, സെറ്റിൽ വെച്ച് കൊറിയോഗ്രാഫി. അതാണ് സൂര്യ TV അവാർഡ് കിട്ടിയത് നമുക്ക്. ഈ അതുപോലെ കമൽ സാറിൻ്റെ ഒരു പടത്തിന് വേണ്ടിയിട്ട് എന്തോ അത് നടന്നില്ലല്ലേ, അത് 19 സ്റ്റെപ്പ്, ഭരത് ബാല സാറിൻ്റെ 19 സ്റ്റെപ്പ് എന്ന് പറയുന്ന പടമാണ്. നമ്മൾ അതിൻ്റെ ഡിസ്കഷൻ കഴിഞ്ഞു, മീറ്റിംഗ് കഴിഞ്ഞു, കുറേ മീറ്റിംഗ് കഴിഞ്ഞിട്ട് മദ്രാസിൽ മീറ്റ് ചെയ്തു. അപ്പോൾ നമ്മളതിൻ്റെ കൊറിയോഗ്രാഫി നടി ശോഭനയാണ് കൊറിയോഗ്രാഫി ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടി അസിൻ ട്രെയിനിങ്ങിന് വരും, സമുദ്ര ട്രെയിനിങ്. ഉണ്ണിയാർച്ചേട്ടനാണ് അസിൻ അഭിനയിക്കുന്നത്, വളരെ ബന്ധപ്പെട്ടുള്ള ഒരു വർക്കായിരുന്നത്. അപ്പോൾ അസിൻ സമുദ്രം വന്ന് 15 ദിവസം അല്ലേ, അത് കോൺഫിഡൻസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തുകൊണ്ട് നമുക്ക് ആരുടെ ഇൻഫോം ചെയ്യാൻ പറ്റില്ല, ഒരു ഫോട്ടോ പോലും എടുത്തിട്ടില്ല. കാരണം അവരെ കൂടെ നിൽക്കുന്ന ആളെപ്പോഴും ഉണ്ടായിരുന്നു, ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല, വീഡിയോ അവരുടെ ഡാൻസ് വീഡിയോ നമ്മളെ പഠിപ്പിക്കുന്ന വീഡിയോ അല്ലാതെ അത് അവരെടുക്കൂടും, നമ്മൾ എടുക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ കോൺഫിഡൻസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അവർ 15 ദിവസം ട്രെയിനിങ് ചെയ്തു. അടുത്ത കമലഹാസൻ അദ്ദേഹത്തിനും നമ്മൾ ട്രെയിൻ ചെയ്യാൻ ഭാഗ്യം കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു നമുക്ക്. അത് മഹാഭാഗ്യമല്ലേ, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകാൻ പറ്റിയെന്നും അദ്ദേഹം കണ്ടുകൊണ്ട് കാൽക്ക് വേണ്ടി നമസ്കരിക്കണമെന്ന് ആഗ്രഹത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ ഒരു മനോഭാവത്തിലായിരുന്നു നമ്മളെല്ലാവരും. പക്ഷെ അന്ന് എന്തുകൊണ്ടോ ആ പ്രൊജക്റ്റ് നടന്നില്ല. കമലഹാസൻ ഇന്ന് പിന്മാറിയോണ്ട് ആ പ്രൊജക്റ്റ് നടന്നില്ല എന്നുള്ള ഒരു ഇതായിരുന്നു. അത് നമുക്കൊരു കിട്ടിയൊരു തിരിച്ചടിയായിരുന്നു. കാരണം നമുക്കൊരു ആഗ്രഹമായിരുന്നു, അങ്ങനെ അവരോട് വർക്ക് ചെയ്യാൻ പറ്റുന്ന മഹാഭാഗ്യമല്ലേ. ആ സമയത്ത് എനിക്ക് ഡെങ്കിപ്പനി പിടിച്ച് സീരിയസ് ആയിപ്പോയി. കോമൺവെൽത്ത് കഴിയുന്ന സമയത്ത് 2010 എനിക്ക് 9 ലാസ്റ്റാണ് ഡെങ്കിപ്പനി വന്നത്. എന്നെ കാണാൻ വന്ന സജിക്ക് അവിടെ വെച്ച് ആക്സിഡൻറ്റ് പറ്റി. അപ്പോൾ രണ്ടുപേരും ആ ഒരു വിഷമത്തിലായിരുന്നു. നമ്മൾ
അത് സൈൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ വെച്ചാണ് സൈൻ ചെയ്യുന്നത്. PRS ഹോസ്പിറ്റലിൽ വെച്ചാണ് സീരിയസ് ആയിട്ട് കിടക്കുമ്പോഴാണ് ഞാൻ സജി ഒരു വാക്ക് പറഞ്ഞിട്ടാണ് ഞാൻ സൈൻ ചെയ്തത്. ഭരത് ബാലൻ സജിയും പറഞ്ഞു മധു എന്തായാലും ചെയ്യാം, ഡെങ്കിപ്പനി ഭയങ്കര ഒരു സ്പ്രെഡാണ് ഇപ്പം, പക്ഷേ മധു ഒരു കുഴപ്പം വരില്ല, മധു സൈൻ ചെയ്യാൻ. അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തില്ല സാർ, എനിക്ക് ഒട്ടും ആരോഗ്യമില്ല, ഒട്ടും പറ്റില്ല എന്ന് പറഞ്ഞു. സൈൻ ചെയ്യാത്ത അപ്പോൾ സജി പറഞ്ഞ് റൂമിൽ വന്ന് ICUയിൽ വന്ന് കേട്ട് പറഞ്ഞു നമുക്ക് സൈൻ ചെയ്യാം, നമുക്ക് ഒരുമിച്ച് പെർഫോം ചെയ്യും, നമുക്ക് കൊറിയോഗ്രാഫി ചെയ്യും. അങ്ങനെ ഞാനും സജി സൈൻ ചെയ്തത്. അത് സജി വീൽ ചെയറിലും ഞാൻ ഡെങ്കിയുടെ വോമിറ്റിങ് സൈഡ് എഫക്റ്റ് വോമിറ്റിങ് എനിക്ക് വെച്ചിട്ടാണ് അത് കൊറിയോഗ്രാഫി ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഡാൻസ് ചെയ്യാൻ പറ്റാത്തത്. അതിൽ ലതിൻ രാജിനൊക്കെ ചാൻസ് കൊടുത്തത്, കാരണം അവരൊക്കെ അതിൽ കാപ്പബിൾ ആയിരുന്നു, അവർക്ക് കൊടുത്തു. ഞാൻ സജിയിൽ പെർഫോം ചെയ്യാൻ പറ്റാത്ത സജി കാല് വയ്യായിരുന്നു, എനിക്ക് ഡെങ്കിയാണ്. ഞാൻ ഓപ്പണിങ് മാത്രം ഭരത് ബാലൻ സജി നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഓപ്പണിങ് ആ ഒരു മന്ത്രം ഞാൻ ചെയ്തത്. പക്ഷെ അതൊരു ബെസ്റ്റ് എക്സ്പീരിയൻസാണ്. കാരണം ഒരു ആകാശക്കോട്ടയിൽ പെർഫോം ചെയ്ത് നടക്കാൻ നമുക്ക് ഫീൽ ചെയ്തത്. അത്രയും സ്റ്റേഡിയത്തിൽ ഇത്രയും നിറഞ്ഞ സദസ്സിന് മുന്നേ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, മൻമോഹൻ സിംഗും സോണിയാഗാന്ധി ഇവരൊക്കെ ഉണ്ടായിരുന്ന ഒരു വെന്നിലാണ് നമ്മളത് പെർഫോം ചെയ്തത്. അതേ കണക്ക് അതൊരു 650 ആർട്ടിസ്റ്റിന് വെച്ചാൽ പെർഫോം ചെയ്തത്. മംഗൾ പാണ്ഡേയുടേതാണെങ്കിൽ 2500 ആർട്ടിസ്റ്റിന് വെച്ചുണ്ട്. അത് 9 വെന്യൂവിൽ ഒരേ കണക്ക് പെർഫോം ചെയ്യണം. അത് രണ്ട് പറഞ്ഞറിയിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള എക്സ്പീരിയൻസും ഹെർക്യൂലിയൻ ടാസ്കുമായിരുന്നു രണ്ടും.